റൈറ്റ്. അതിന് മുമ്പ് ഇപ്പോൾ എം സ്വരാജ് ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ സ്വരാജ്, സീതാറാം യെച്ചൂരിയുടെ വിയോഗത്തെ എങ്ങനെ അനുസ്മരിക്കും? അതീവ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇപ്പോ നമ്മൾ കേൾക്കുന്നത്. തീർത്തും അപ്രതീക്ഷിതമാണ്. അപ്രതീക്ഷിതമെന്നാൽ കുറച്ച് ദിവസങ്ങളായി അദ്ദേഹം അസുഖബാധിതനായി ആശുപത്രിയിലായിരുന്നു എന്നത് സത്യമാണ്. പക്ഷേ അതിന് തൊട്ടു മുൻപ് വരെ ഊർജ്ജസ്വലതയോടെ രാഷ്ട്രീയ നേതൃത്വമായി, ഇന്ത്യൻ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ നേതൃത്വമായി ഉത്തരവാദിത്വങ്ങൾ നിർവഹിച്ചിരുന്ന നേതാവാണ് അദ്ദേഹം. ഇന്ത്യൻ വിദ്യാർത്ഥി പ്രസ്ഥാനം ഇന്ത്യൻ ഇടതുപക്ഷത്തിന് നൽകിയ അതുല്യമായ ഒരു സംഭാവനയായിരുന്നു സഖാവ് യെച്ചൂരി. അദ്ദേഹത്തിന്റെ വിയോഗം CPIM-നും ഇന്ത്യൻ ഇടതുപക്ഷത്തിനും മാത്രമല്ല, മതനിരപേക്ഷ ഇന്ത്യക്ക് തന്നെ വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്ത്യ മുന്നണിയുടെ രൂപീകരണത്തിലും അതുപോലെ അതിന് ദിശാബോധം നൽകുന്നതിനുമെല്ലാം യെച്ചൂരി സുപ്രധാനമായ പങ്കാണ് വഹിച്ചിരുന്നത്. അതുപോലെ ഒന്നാം UPA ഗവൺമെന്റിന്റെ മാർഗദർശിയായി മാറിയ പൊതു മിനിമം പരിപാടിയുടെ പ്രമുഖ ശില്പിയും സീതാറാം യെച്ചൂരി തന്നെയായിരുന്നു. ഇന്ന് നമ്മുടെ രാജ്യം വളരെ സവിശേഷകരമായ വെല്ലുവിളികളെ നേരിടുന്ന ഒരു ഘട്ടമാണ്. ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ വിയോഗം മതനിരപേക്ഷ ഇന്ത്യക്ക്, ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് ഒക്കെ തീർത്താൽ തീരാത്ത നഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതോടൊപ്പം കേരളത്തിന്റെ കാര്യങ്ങളിലും കേരളത്തിലെ പാർട്ടിയെ രാഷ്ട്രീയവും സംഘടനാപരവും പ്രത്യയശാസ്ത്രപരവുമായി എല്ലാം സഹായിക്കുന്നതിൽ സജീവമായി പങ്കുവഹിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം. ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ വിയോഗം മതനിരപേക്ഷ ഇന്ത്യക്ക് വലിയ ആഘാതമാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ ഞങ്ങൾ കൊടി താഴ്ത്തുന്നു, ശിരസ് ഊനിക്കുന്നു. വളരെ നന്ദി ശ്രീ സ്വരാജ് പ്രതികരിച്ചതിന്.